ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കുറെ അധികം ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പണ്ട് ഓപ്പൺ ഡാഡിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റിന്റെ കണ്ടന്റ് ആക്സസ് ചെയ്യാമായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പൊ അവിടെ ഇപ്പൊ മെയിൽ ഐ ഡി അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കുറെ പേര് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് സംഭവിച്ചതെന്നും നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഓപ്പൺ ഡാഡിന്റെ റിസോഴ്സസ് ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ നമ്മൾ തുടങ്ങിയത്, അതായത് ഏതാണ്ട് 2-2.5 വർഷം മുന്നേ നമ്മൾ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ഖാൻ അക്കാഡമി പോലത്തെ ഒരു ഇന്ത്യൻ എൻട്രൻസ് എക്സാംസിന് വേണ്ടിയുള്ള ഒരു ഖാൻ അക്കാഡമി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഏതൊരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു റിസോഴ്സ് റെപ്പോസിറ്ററി, അതായത് വീഡിയോസും മോക്ക് ടെസ്റ്റും ഒക്കെ ഉള്ള ഒരു ഓൺലൈനിൽ അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കഴിഞ്ഞ ഒരു 1-2 വർഷം വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് കിട്ടിയ ഒരു ലേണിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി PG എൻട്രൻസ് എക്സാമിനേഷൻ, ഇപ്പൊ CAT, CUET, PG അല്ലെങ്കിൽ ഗേറ്റ് പോലുള്ള എക്സാംസിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കും. പക്ഷേ സ്കൂൾ കുട്ടികൾ എഴുതുന്ന എക്സാമുകൾ, ഇപ്പം IP മാറ്റ് ആണെങ്കിലും CUET UG ആണെങ്കിലും ക്ലാറ്റ് ആണെങ്കിലും JEE ആണെങ്കിലും നീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ NCET ആണെങ്കിലും, ഇങ്ങനെയുള്ള എല്ലാ എക്സാംസിനും സ്റ്റുഡൻസ് സ്കൂളിൽ പോകുന്നതിന്റെ കൂടെ ആയിരിക്കും ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ലൈവായിട്ട് ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുക, ഓൺലൈനായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുക, അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവര് അത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മള് എങ്ങനെ ഈ പറയുന്ന സ്റ്റുഡൻസിനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ തമിഴ്നാട് ആൻഡ് ഛത്തീസ്ഗഡ് ഗവൺമെന്റുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ തന്നെ ഇറ്റ്സ് എ ഹ്യൂജ് പ്രൊജക്ട്. വി ആർ വർക്കിംഗ് വിത്ത് അറൌണ്ട് 135+ ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂൾസ് ഓഫ് തമിഴ്നാട്. അവരുടെ ഗവൺമെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ സ്റ്റാലിൻ വന്നിട്ട് ഒരു ഫെലിസിറ്റേഷൻ നടത്തിയായിരുന്നു ഓപ്പൺ ഡാറ്റ് സ്റ്റുഡൻസിന്, ഏതാണ്ട് 135+ സ്റ്റുഡൻസ് ഹു ഗോട്ട് ഇൻ ടു Tier 1 കോളേജസ്. അപ്പോൾ അവിടെ നമ്മൾ ഏതാണ്ട് ഒരു 5000-6000 സ്റ്റുഡൻസുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഏതാണ്ട് 135+ സ്കൂൾസിൽ. അവിടെ നമുക്ക് മനസ്സിലായത്, വെറുതെ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. വി ഡു എവറിത്തിങ് ഫ്രം ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് അവരുടെ കരിയർ ഗൈഡൻസ് കൊടുക്കുക, കരിയർ മാപ്പിംഗ് ചെയ്യുക, ഓരോ കുട്ടിയുടെ അടുത്തും അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് കോഴ്സസ് സജസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കുക, മെന്റർഷിപ്പ് കൊടുക്കുക. അതായത് ഒരു 2-3 കുട്ടികൾക്ക് ഒരു മെന്ററിനെ വെച്ചിട്ട്, ഇപ്പോൾ ഒരാൾക്ക് JEE ആണ് എടുക്കേണ്ടതെങ്കിൽ അവർക്ക് IIT-ലോ NIT-ലോ ഉള്ള തമിഴ് സംസാരിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഉള്ള രീതിയിൽ മെന്റർഷിപ്പ് അപ്രോച്ചിലും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ എക്സാം രജിസ്ട്രേഷനിലൊക്കെ പല കുട്ടികളും ഇവർക്ക് ഡോക്യുമെന്റ് അവൈലബിലിറ്റി ഉണ്ടാവില്ല, എക്സാം രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടായിരിക്കും. പല കുട്ടികളും എക്സാം സെന്ററൊക്കെ ആസാമൊക്കെ കൊടുത്ത് തമിഴ്നാട്ടിലെ കുട്ടികളുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കൊളേഷൻ അലോട്ട്മെന്റ്, അങ്ങനത്തെ ഒരു end-to-end പ്രോഗ്രാം. അപ്പൊ നമ്മൾ ഇനിഷ്യലി വിചാരിച്ച വെറുതെ ഒരു വെബ്സൈറ്റ് എന്നുള്ളത് മാറി വി സ്റ്റാർട്ടഡ് ഡൂയിങ് എവറിത്തിങ് end-to-end. അപ്പൊ അതില് ആ കുട്ടികൾ, അപ്പൊ നിങ്ങളിപ്പോ ഈ ഉപയോഗിക്കുന്ന ഈ ഓപ്പൺ ഡാറ്റിന്റെ പ്ലാറ്റ്ഫോം നിങ്ങൾ മാത്രമല്ല ഉപയോഗിക്കുന്ന, ആ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ കോഴ്സസ് ആക്സസ് ചെയ്യാൻ വേണ്ടി. അതെല്ലാം പ്രൈവറ്റ് കോഴ്സസ് ആണ്, അവർക്ക് മാത്രം ആക്സസ് ഉള്ള കോഴ്സസ് ആണ്. അപ്പം ഇതിന് കഴിഞ്ഞ വർഷം മെയിൽ ID വെച്ചിട്ട് ആക്സസ് കൊടുത്തപ്പം മോസ്റ്റ് ഓഫ് ഈ കുട്ടികളുടെയും പേരൻസ് ഒക്കെ ഈ ഡെയിലി വേജസിനും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് മോസ്റ്റ് ഓഫ് ദി ടൈം ദേ വിൽ ബി അൺറീച്ചബിൾ. അപ്പൊ എന്തെങ്കിലും മെയിലും എല്ലാം ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേരൻസിന്റെ ഫോണിലായിരിക്കും, അപ്പോൾ OTP കിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് ലോഗിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടികൾ സ്കൂളിലെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇതെല്ലാം ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ടെക് ടീമുമായിട്ട് സംസാരിച്ചിട്ട് നമ്മളെ ഇമെയിൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഒഴിവാക്കിയിട്ട് വി സ്റ്റാർട്ടഡ് ഗിവിംഗ് യൂസർ നെയിം. ഓൾസോ കഴിഞ്ഞ വർഷം മാത്രം ഓപ്പൺ ഡാറ്റിൽ നമ്മളുടെ കൊഹോട്ടിലല്ലാതെ, അതായത് നമ്മളുടെ കൂടെ ക്യാറ്റിനും ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തവരല്ലാതെ നമുക്കൊരു ഐഡിയ ഇല്ലാത്ത 7000 പേരോളം വന്നിട്ട് നമ്മളുടെ റിസോഴ്സസ് ആക്സസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ബട്ട് വി വോണ്ട് ടു ഗിവ് മോർ സപ്പോർട്ട് ടു ദീസ് പീപ്പിൾ. ഐ മീൻ, വെറുതെ വന്ന് ഈ 7000 പേര് വന്ന് ആക്സസ് ചെയ്ത് അവർക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. അവരിപ്പം എവിടെയെങ്കിലും എത്തിയോ, അവർക്ക് എന്തെങ്കിലും അഡ്മിഷൻ കിട്ടിയോ, ഇനി അവർക്ക് വേറെ എന്തെങ്കിലും സപ്പോർട്ട് വേണോ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത രീതിയിലായതുകൊണ്ട് നമ്മൾ ഓപ്പൺ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ബാക്കെൻഡിൽ നിന്ന് ആക്സസ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ കാറ്റിന്റെ കേസിൽ മാത്രം പറയുകയാണെങ്കിൽ, അപ്പൊ ഈ വർഷം നമ്മൾ കാറ്റ് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് 2 ബാച്ചായിട്ട് ഇപ്പം കാറ്റ് ബാച്ച് 1ഉം ബാച്ച് 2ഉം കേരളത്തിന് മാത്രം നടക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് വേറെ നടക്കുന്നുണ്ട്. ബട്ട് ദെൻ കേരളത്തിൽ മാത്രം 2 ബാച്ചസ് നടക്കുന്നുണ്ട്. ആ 2 ബാച്ചസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബാച്ചസ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഈ അഡ്മിഷൻ ക്ലോസ് ആയി 3-4 മാസമായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അവർക്ക് വീക്ക്ലി ലൈവ് ക്ലാസ്സസും വീക്കെൻഡിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷനും
പിന്നെ ഇനി കാറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ അത് രണ്ട് മിസ്സായ ഏതാണ്ട് ഒരു 60ഓളം ആൾക്കാർക്ക് നമ്മളിപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ക്ലാസ്സിൽ ഇനി നിങ്ങൾക്ക് ആക്സസ് തരാൻ പറ്റില്ല. ബിക്കോസ് ഓൾറെഡി ഒരു ഫാക്കൽറ്റി ഒരു ക്ലാസ് ഒക്കെ കൊണ്ടുപോകുന്നത് അടുത്ത് പിന്നെ പെട്ടെന്ന് ഒരു പുതിയ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിസ്റ്റർബിങ് ഫോർ ദം. അവരുടെ ഒരു മൊത്തം ഒരു റിതം പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റിന്റെ ഓപ്പൺ കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം, കാറ്റ് ഓപ്പൺ അഡ്മിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും പിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം താല്പര്യമുള്ള ആൾക്കാർ അതിൽ രജിസ്റ്റർ ചെയ്യുക. കാറ്റ് 2025 എലിജിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത നമ്മളുടെ കാറ്റ് ബാച്ച് 1 ബാച്ച് 2 നോട്ടിഫിക്കേഷൻസ് മിസ്സായ ആൾക്കാർക്ക് ഓൾറെഡി ഒരുപാട് പേർക്ക് നമ്മൾ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ആക്സസ് കിട്ടാത്ത ആൾക്കാർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ബേസിക്കലി നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി എലമെന്റ് കിട്ടും. എല്ലാവരും കാറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കേരളത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് ആയിരിക്കും. പിന്നെ ഞാനും കുറച്ച് ടിപ്സും കാര്യങ്ങളും നമ്മുടെ മെന്റേഴ്സ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കൊരു റോൾ നമ്പറും തരും. അതുകൊണ്ട് ആ റോൾ നമ്പർ വെച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റും. ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ആക്സസ് ഉണ്ടായിരുന്നത് കാറ്റിന്റെ ഇംഗ്ലീഷ് ലെക്ചേഴ്സ് ആയിരുന്നു. ഇംഗ്ലീഷിൽ കാറ്റിന്റെ ലെക്ചേഴ്സ് ആയിരുന്നു ആക്സസ് ഉള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ തരാൻ പോകുന്ന ആക്സസിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് റെക്കോർഡഡ് ലെക്ചേഴ്സ് കൂടാതെ നമ്മുടെ ഇപ്പം ലൈവായിട്ട് പോകുന്ന കാറ്റ് ബാച്ച് 1 ആൻഡ് ബാച്ച് 2ന്റെ റെക്കോർഡഡ് ക്ലാസ്, അതായത് ലൈവായിട്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല, പക്ഷെ ആ ലൈവിന്റെ റെക്കോർഡിങ് നിങ്ങൾക്ക് മൊത്തം ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സസ് എല്ലാം മലയാളത്തിൽ തന്നെ വളരെ മികച്ച ഫാക്കൽറ്റീസും അലൂമിനീസും ഒക്കെ തന്നെ എടുത്ത ക്ലാസ്സസും അതിന്റെ മോക്സും ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം, അതായത് ഇന്നിപ്പോൾ ഒരു ലൈവ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തന്നെ അത് പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ ആ കോഴ്സിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു ബെറ്റർ ഐഡിയ കിട്ടും. ഓക്കെ, ആരൊക്കെയാണ് നമ്മളുടെ റീസോഴ്സസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ കാറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ GDPA വാറ്റ് പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഇത്തവണ വിചാരിച്ചിരുന്നത് ആ ബാച്ച് 1 ബാച്ച് 2 മാത്രം കൊടുക്കുക എന്നുള്ള, പക്ഷേ ഈ ഓപ്പൺ ബാച്ചിൽ, അതായത് നമ്മളുടെ പ്ലാറ്റ്ഫോം ആക്സസ് കിട്ടിയ ആൾക്കാരെ നമ്മൾ പരിഗണിക്കുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് സംതിങ് യു ക്യാൻ ട്രൈ. അപ്പം ഇതാണ് റീസൺ വൈ നിങ്ങൾക്ക് പണ്ട് മെയിൽ യൂസ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ ഈ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിലും മെയിലിലും നിങ്ങൾക്കൊരു റോൾ നമ്പർ അസൈൻ ചെയ്യും. ആ റോൾ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ 2 കോഴ്സസ്, കാറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സസിൽ എൻ്റെ മൊത്തം റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്. കാറ്റിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, മലയാളത്തിൽ ഇവിടെ ഈ ലൈവ് നടക്കുന്നതിന്റെ ക്ലാസിന്റെ കോഴ്സിലും നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്സസ് നമ്മൾ തരുന്നുണ്ടാവും. സോ ഇതാണ് ബേസിക്കലി ഒരുപാട് ആൾക്കാർ കുറെ ദിവസമായിട്ട് ചോദിക്കുന്നത്, എങ്ങനെ നമുക്ക് കാറ്റിൽ ആക്സസ് ചെയ്യാം എന്നുള്ള ചോദിക്കുന്നതിന്റെ ഉത്തരം. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.